രാധിക, കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇതൊരു തിരിച്ചടിയല്ലേ? നിങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നതാണോ? എന്താണ് തുടർ നീക്കം? എന്തായാലും ഇനിയിപ്പോൾ രാജിയടക്കമുള്ള കാര്യങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടി വരില്ലേ? ഡൽഹിയിലെ പൗരന്മാര് സ്ട്രിക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അവരുടെ മുഖ്യമന്ത്രിക്ക്. എന്ന് വന്നാലും രാജിവെക്കരുത്, ബിക്കോസ് ഇതിന്റെ മറുപടി ഞങ്ങളാണ് കൊടുക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരാളിനെ 6 ദിവസത്തേക്ക് വിട്ട് അയക്കാൻ ബഹുമാനപ്പെട്ട കോടതി അവരുടെ ആവശ്യം അംഗീകരിച്ചു. ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെ ആരോപണങ്ങളുണ്ട്. മനീഷ് സിസോദിയുടെയും സത്യേന്ദ്ര ജെയിന്റെയും സഞ്ജയ് സിംഗിന്റെയും കേസിലും അവര് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. 1.5 കൊല്ലമായിട്ട് അവര് അതിനെ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇന്നേ വരെ അവർക്ക് തെളിവ് കൊണ്ടെന്ന് കോടതിയിൽ സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ട്രയൽ കോടതിയിലേക്ക് ഇത് പോയാൽ അത് എന്താ പറയുക, ഒരു കൺവിക്ഷന് വേണ്ടി ആവശ്യമുള്ള തെളിവുകൾ അവർക്ക് നിരത്താൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ എൻ്റെ കൊലീഗ് ആതിഷി പറഞ്ഞത് മാതിരി ഇവര് എന്താ പറയുക, BJPയുടെ പ്രസ് റിലീസ് വരുന്നത് ഒരു EDയുടെ ഒരു ഡിപ്പാർട്ട്മെന്റൽ പ്രസ് റിലീസ് പോലാണ്. ദേ ആർ വർക്കിംഗ് ആസ് ഇഫ് ദേ ആർ ഹാൻഡ് ഇൻ ഗ്ലവ്. അത് എല്ലാവർക്കും വ്യക്തമാണ്. രാധിക, ഇവിടെ ഇപ്പോൾ ഈ സെന്തിൽ ബാലാജിയുടെ കേസും ഈ കേജ്രിവാളുമായി ബന്ധപ്പെട്ട ഈ EDയുടെ നടപടിയുടെ ഭാഗമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓഗസ്റ്റിൽ അറസ്റ്റ് നടന്നിട്ട് 230 ദിവസത്തിന് ശേഷവും നടപടികൾ ഉണ്ടാകാത്തപ്പോൾ മദ്രാസ് ഹൈക്കോടതി ചോദിച്ചത് അങ്ങേക്ക് അറിയുന്നതായിരിക്കും, എങ്ങനെ തുടരാൻ കഴിയുന്നു സെന്തിൽ ബാലാജിക്ക് എന്ന്. അപ്പോൾ ഈ ജാമ്യം നിഷേധിക്കപ്പെട്ട അനുഭവം നിങ്ങൾക്കുമുണ്ട്, സിസോദിയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സത്യേന്ദ്ര ജെയിൻ്റെ കാര്യത്തിലായാലും. പിന്നീട് ഈ പറയുന്ന മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കേജ്രിവാളിന് മാത്രമായിട്ടൊരു ഒഴികഴിവ് കിട്ടില്ല. എന്താണപ്പോൾ അതിൽ നിങ്ങൾ കാണുന്നത്? അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നത് ഡൽഹിക്ക് ചുറ്റുമുള്ള 2 സ്റ്റേറ്റ്സ്, ഹരിയാന ആൻഡ് UP, BJP അഡ്മിനിസ്ട്രേഷന്റെ അധീനമുള്ള 2 സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ എക്സൈസ് പോളിസിയിൽ ഞാൻ വളരെ ബ്രീഫായിട്ട് എല്ലാവരെയും, നമ്മുടെ കേരളത്തിലെ പൗരന്മാരെയും മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ പഴയ എക്സൈസ് പോളിസി എന്താണ്? ആ എക്സൈസ് പോളിസിയിൽ ലൈസൻസിന് വേണ്ടി ബിഡ് ചെയ്യുന്ന ആൾക്കാര് 8 അല്ലെ 10 ലക്ഷം രൂപ ലൈസൻസ് ഫീ കൊടുത്ത് ആണ് ലൈസൻസ് എടുക്കുന്നത്. പിന്നെ അവർ ചെയ്യുന്നത് വളരെ അധികം സർക്കാരുകൾ വാറ്റ് അതിൽ സ്ലാപ്പ് ചെയ്യും. അപ്പം അത് കാരണം എന്ത് പറ്റി, ഈ വെണ്ടേഴ്സ് ലിക്കറിന്റെ സെയിൽസിനെ അണ്ടർ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് കാരണം വാറ്റിന്റെ ലീക്കേജ് ഉണ്ടാകുമായിരുന്നു, സർക്കാരിന് പൈസ നഷ്ടപ്പെടുമായിരുന്നു അണ്ടർ റിപ്പോർട്ടിംഗ് കാരണം. അണ്ടർ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ അധീനമാണ് നമ്മുടെ പോലീസ്, ഡൽഹി പോലീസ്. അവരെ ആ കൂട്ടത്തിലാക്കി കൈക്കൂലി നൽകി എന്ത് പറ്റും, ഇവര് പുറത്തുള്ള സ്റ്റേറ്റ്സ്, അഡ്ജോയിനിങ് സ്റ്റേറ്റ്സ് ഹരിയാന ആൻഡ് UPയിൽ ആയിരുന്നു സെയിൽസ് മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ലാഭം കിട്ടിക്കൊണ്ടിരുന്നത് BJP റൂൾ സ്റ്റേറ്റ്സിനാണ്. ന്യൂഡൽഹി ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ പോളിസിയിൽ എന്താണ്, വെണ്ടേഴ്സിനുള്ള ലൈസൻസ് ഫീ നമ്മൾ 7 തൊട്ട് 9 കോടി വരെ ആക്കി. വി ഇൻക്രീസ്ഡ് ദ ലൈസൻസ് ഫീസ്. എന്തിനാണ് പിന്നെ പിൻവലിച്ചത്? വാറ്റ് നമ്മൾ കുറച്ചു. അപ്പം പൗരന്മാർക്ക് പിന്നെ ബിക്കോസ് LG ഇതിനെ സ്റ്റോപ്പ് ചെയ്തു, LG ഇതിന്റെ മറികടന്നു. ബിക്കോസ് ഞാൻ പറയാം, കേട്ടാട്ട്. അപ്പം വാറ്റ് എന്നിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തു, ലൈസൻസ് ഫീ കൂട്ടിക്കഴിഞ്ഞിട്ട്. എന്നിട്ട് അപ്പം ഇതിന്റെ ഒരു ഡയറക്റ്റ് ഇതെന്ന് പറഞ്ഞാൽ സർക്കാരിന് കൂടുതൽ റവന്യൂ കിട്ടുമായിരുന്നു. സെയിൽസ് നടക്കുന്നതിന് മുമ്പ് തന്നെ റവന്യൂ കിട്ടുമായിരുന്നു. അപ്പം വെണ്ടേഴ്സിന് സെയിൽസിനെ അണ്ടർ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഇൻസെന്റീവും ഇല്ലായിരുന്നു. പോലീസിന് കിട്ടുന്ന കൈക്കൂലി നിർത്തി. ആൻഡ് ഗാസിയാബാദ്, നോയിഡ, ഗുർഗാവ്, ഫരീദാബാദ് ലിക്കർ മാർക്കറ്റ്സിൽ ഇത് കാരണം BJP സർക്കാർ അധീനമുള്ള ലിക്കർ മാർക്കറ്റ്സിൽ അവരുടെ റവന്യൂ കുറഞ്ഞു. അത് കാരണമാണ് അവർക്ക് ഇത്രയും അധികം ഗുരുതരമായിട്ടുള്ള ദേഷ്യം ഉണ്ടായതും. This is profit. ശരി, എന്റെ നേരിട്ടുള്ള ചോദ്യം രാധിക,
എന്റെ നേരിട്ടുള്ള ചോദ്യം, കേജ്രിവാൾ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയല്ലേ? ഞാൻ ഐ വുഡ് നോട്ട് ലൈക്ക് ടു കമന്റ് അപ്പോൺ ദാറ്റ്. പക്ഷേ ഇലക്ടറൽ ബോൺഡ്സ് ഇത്രയും അധികം ബി ജെ പിയുടെ ബഹുമാനപ്പെട്ട ലീഡേഴ്സ് അതിനെ ജസ്റ്റിഫൈ ചെയ്തെങ്കിലും പണ്ട് ക്യാഷ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഇലക്ടറൽ ബോൺഡ്സ് വഴി വന്നെന്ന് അവർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞല്ലോ. പക്ഷെ ഈ ഇലക്ടറൽ ബോൺഡ്സ് കൊടുത്തിട്ടുള്ള കമ്പനീസ് കൂടുതലും ഷെൽ കമ്പനീസ് ആണ്. ഒരേ അഡ്രസ്സിൽ രാധിക, കേജ്രിവാൾ രാജിവെക്കാതിരിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അല്ല, ഒരു സെക്കൻഡ്, ഈ LG എന്തായിരിക്കും പിന്നെ പറയുക എന്ന്. ഇലക്ടോറൽ അല്ല, ഇനിയിപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ ഭാവിയെയും കൂടെ അപകടത്തിലാക്കുന്ന തീക്കളിയിലേക്ക് ആപ്പ് പോകുമോ? ഇദ്ദേഹം തന്നെ ഭരിക്കട്ടെ മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ BJPക്ക് ഒരു പുതിയ ആയുധം കൊടുക്കുകയാണ് ചെയ്യുക. ഇലക്ടറൽ ബോൺഡ്സിന്റെ അഴിമതി പുറത്തു വന്നപ്പോൾ മോദിജി രാജിവച്ചോ മോദിജി? രാധിക, മോദി ഇപ്പോൾ ജയിലിലല്ല. പാഠങ്ങൾ നമ്മളെ എല്ലാം പഠിപ്പിച്ച മോദിയെ ജയിലിലിടാൻ ആരുണ്ട്? മോദിയല്ലേ ഭരണം, മോദിയല്ലേ he is the most powerful man in the country. ശരി, ചോദ്യം ചെയ്യുന്നവരെയാണ് ജയിലിലിടുന്നത്. ശരി രാധിക, ശരി.